ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സാരിയൊക്കെ കൊടുത്ത് നമ്മൾ പുറത്ത് പോവാണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ഒക്കെയാണ്. അപ്പോൾ കുട്ടികളെ കൊണ്ട് നമ്മളൊരു ചെറിയ ട്രീറ്റിനൊക്കെ പോകാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഹർഷ നീ എന്ന് സാരിയാണോന്ന്? ആണ് ഗൈസ്, ഞാനിപ്പം ഐ ഫീൽ മോർ കോൺഫിഡൻറ്റ് ഇൻ സാരി. അങ്ങനെ എല്ലാം നമ്മുടെ മൈൻഡ് സെറ്റാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഇത്രയും നാൾ വിചാരിച്ചു സാരിയൊക്കെ കൊടുത്തിട്ട് അതൊരു ചടങ്ങാണ്. സാരി എന്ന് ആരെങ്കിലും പറയുമ്പോൾ ഐ ബി ലൈക്ക് സ്റ്റെപ്പ് ബാക്ക്, സാരി കൊടുത്ത് പോകണം, അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ, അത് കുറേ സമയം എടുക്കും എന്നൊക്കെ. പക്ഷേ ഇത് നമുക്ക് എന്താ പറയുക, നോട്ട് ഈവൻ ഒരു 2-3 മിനിറ്റ്സ് പോലും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് സാരി എന്നെനിക്ക് മനസ്സിലായി. ആൻഡ് ഐ ഫീൽ മോർ കോൺഫിഡൻസ് വെൻ ഐ വെയർ സാരി. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സാരിയിലേക്ക് ഞാൻ മാറ്റിയത്. അപ്പോൾ എത്ര പേർക്ക് സാരി കൊടുക്കാൻ ഇഷ്ടമുണ്ട്, പ്ലീസ് കമൻറ്റ്. അപ്പോൾ ശരി, നമ്മൾ വൈകിക്കുന്നില്ല, ഇനി നമുക്ക് പോകാം. എവിടേക്കാണ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഒന്നുമില്ല, ജസ്റ്റ് പോവുകയാണ്. ഗോ ഓൺ ദ ഫ്ലോ. ഓക്കെ ഗൈസ്, വരും. നമ്മൾ പോകുന്നത് കല്യാൺ ജ്വല്ലേഴ്സിലേക്കല്ല, സിൽക്സിലാണ് പോകേണ്ടത്. എന്നാൽ മനുഷ്യൻ ജ്വല്ലറി കയറുന്നത് കുഴപ്പമില്ല, എനിക്ക് മനസ്സിൽ തന്നോ ഇഷ്ടം, എനിക്ക് വിഷമമൊന്നുമില്ല. ദേ അവിടെയുണ്ട് കല്യാൺ സിൽക്സ്. അല്ലേ, ദേ കല്യാൺ സിൽക്സ് തന്നെ, ഇത് തന്നെയാണ് വടക്കുന്നാഥിന്റെ സൈഡിൽ തന്നെയാണ്, ഓപ്പോസിറ്റ് കല്യാൺ സിൽക്സ്. ഇന്ന് ഇവിടെയാണ് ചേട്ടൻ കൊണ്ടുവന്നിരിക്കുന്നത്. തുടങ്ങിയോ? ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് കല്യാൺ സിൽക്സിലേക്കാണ്. അപ്പോൾ മനുഷ്യൻ എനിക്ക് ഇവിടെ എന്തോ വാങ്ങിച്ചു തരാനാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റ്സ് സീ. നമുക്ക് ഈ രണ്ട് സാരിയാണ് എടുത്തിരിക്കുന്നത് ഗൈസ്. ആദ്യത്തെ ഫ്ലോർ എല്ലാം ജെൻസിൻ്റെ ആണ്, മുകളിലാണ് ലേഡീസിൻ്റെ. നമ്മൾ ഷോപ്പിംഗ് പെട്ടെന്ന് തന്നെ തുടങ്ങും ഗൈസ്. താങ്ക് യു സോ മച്ച്. ചേട്ടൻ്റെ വക ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പോവാണ് ഗൈസ്. ഒരു കൂപ്പണൊക്കെ നമ്മൾ എടുത്തിട്ട് അവർ ഇടാൻ പറഞ്ഞിട്ടുണ്ട്, ലക്കി ഡ്രോ ആണ്, അടിക്കുകയോ ആവോ. അപ്പോൾ അങ്ങനെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞു, മഹേഷേട്ടൻ്റെ ഗിഫ്റ്റൊക്കെ കിട്ടി. ഇനി നമ്മൾ വേറെ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല. അതായത് നമ്മൾ റൗണ്ടിലാണ് നിൽക്കുന്നത്, നമ്മുടെ വടക്കുന്നാഥൻ ടെമ്പിളിൻ്റെ അടുത്തായിട്ടാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കല്യാൺ സിൽക്സ് ഉള്ളത്. കല്യാണം എല്ലാം കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ രാഗം തിയേറ്റേഴ്സിലേക്ക് വരികയാണ്. ഇത് തൃശ്ശൂരിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് തിയേറ്റർ ആൻഡ് ഇറ്റ് ഇസ് വെരി ഫേമസ്. അപ്പോൾ ഇവിടെ തുടങ്ങുമ്പോൾ നല്ല രസമാണ്, സ്ക്രീനൊക്കെ ഇങ്ങനെ മാറുന്നതൊക്കെ നമ്മൾ കാണാം. കുറേ പേരെ കാണാം. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ദസുമതി വളവ്, ഈ വളവിലേക്ക് തിരിയാം. ഓക്കെ, അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ഗൈസ്. യൂഷ്വലി നമ്മൾ ഓൺലൈനാണ് ബുക്ക് ചെയ്യുന്നത്, പക്ഷേ നമ്മളിവിടെ വന്നാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കുഞ്ഞൻ ഒരേ വാശിയാണ്, അവന് വേണ്ട, സിനിമ കാണാൻ ഇഷ്ടമല്ലെന്ന്. അവന് ഹോട്ടലിൽ പോകണം, എപ്പോഴും കരച്ചില്ല. ഇവിടെ നല്ല രസമുണ്ട്, മലയാള സിനിമ. നമ്മൾ കാണാൻ പോകുന്ന സിനിമ ഇതാണ്, സുമതി വളവ്. അപ്പോൾ കുഞ്ഞിനെ നമ്മൾ ഒന്ന് സമാധാനമാക്കണമെങ്കിൽ കുറച്ച് പോപ്കോണൊക്കെ മേടിച്ചു കൊടുക്കാം. മുടിയൊക്കെ റെഡിയാക്കും കുഞ്ഞ്. മൂവി വാസ് ഗുഡ്. നമുക്ക് ഒരിക്കലും ബോറടിക്കത്തില്ല. സുമതി വളവ്, സോ നമുക്ക് ബോറടിച്ചില്ല. നല്ലൊരു മൂവിയാട്ടോ, പോയി കാണാം. നമ്മൾ ഈ പ്രേതം കഥയൊക്കെ പണ്ടൊക്കെ കേൾക്കുന്ന പോലെ ഒരു നല്ല സിനിമയാണ്, എല്ലാവരും പോയി കാണാം. നല്ല സിനിമയാണ്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ബോറടിക്കില്ല, ഒരു ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇച്ചിരി പേടിയുണ്ട്, അങ്ങനെയുള്ളൊരു കൗതുകമുള്ള ഇങ്ങനെയുള്ള പ്രേത കഥകളൊക്കെ ഇഷ്ടമുള്ളവർ പോയി കാണാൻ പറ്റിയ സിനിമയാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഇനി എന്തെങ്കിലും കഴിക്കണം. സമയം 9:15 കഴിഞ്ഞു. അപ്പം ഇനി വല്ലതും കഴിച്ചിട്ട്
നമ്മൾ വീട്ടിൽ പോകുന്നതായിരിക്കും. അപ്പം ഇനി എവിടെയാണ് പോകുന്നത് നമ്മളിങ്ങനെ തപ്പുകയാണ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഡിന്നറും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. അതായത് അർദ്ധരാത്രി എന്ന് പറയാം, 1:30 മണി തൊട്ട് ഇപ്പോൾ ഈ നിമിഷം വരെ ഇറ്റ് ഈസ് സോ മെമ്മറബിൾ മൊമെൻറ്റ്സ് ആയിരുന്നു എൻ്റെ ലൈഫിൽ നടന്നത്. അൺഫർഗറ്റബിൾ. അപ്പോൾ വളരെ നല്ലൊരു ദിവസമായിരുന്നു. ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ വിഷസ്. എല്ലാവരും നിങ്ങളുടെ സമയമെടുത്ത് എന്നെ വിഷ് ചെയ്തതിനും എനിക്ക് തന്ന ഗിഫ്റ്റിനും എല്ലാത്തിനും നന്ദിയുണ്ട്. ആൻഡ് വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.